ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ കോടി കോടി പ്രണാമം. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ആ മഹാഗുരുവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഗുരുഭക്തരായ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ ആരാധ്യരായ അഡ്മിന്മാർ, ഏറെ സ്നേഹമുള്ള ആത്മമിത്രങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ശിവഗിരി തീർത്ഥാടനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ച് അരുളി ചെയ്ത 93ാമത് ശിവഗിരി തീർത്ഥാടനം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. 5 പേരിൽ തുടങ്ങി അനേകം ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമായി മാറിയിരിക്കുന്നു ശിവഗിരി തീർത്ഥാടനം എന്ന അറിവിൻ്റെ തീർത്ഥാടനം. ഒരു സാധാരണ ദേശത്തെ തീർത്ഥീകരിക്കുന്നത് മഹാത്മാക്കളുടെ സാന്നിധ്യമാണ്. തീർത്ഥി കുർവന്തി തീർത്ഥാണി. തീർത്ഥങ്ങളെ ഗുരുക്കന്മാർ തീർത്ഥീകരിക്കുന്നു. മൊട്ടക്കുന്നായ വർക്കലയിലെ കൈതക്കോണം കുന്നിനെ മംഗളത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, നന്മയുടെ ഗിരിയായ ശിവഗിരിയാക്കി മാറ്റിയത് മഹാഗുരുവിൻ്റെ പാദസ്പർശം ഒന്നു മാത്രമാണ്. ആത്മജ്ഞാനിയായ ശ്രീനാരായണ പരമഹംസന്റെ പാദപാംസുക്കൾ ശിവഗിരിയെ ജ്ഞാനതീർത്ഥമാക്കി. അവിടുന്ന് യഥാർത്ഥമായ തീർത്ഥത്തിൽ ആടനം ചെയ്ത് മുങ്ങിക്കുളിച്ച് തീർത്ഥമായി മാറിയ ഗുരു എല്ലാവർക്കും ആ തീർത്ഥം കൊടുക്കുവാനായി അവിടുത്തെ തപോഭൂമിയായ മരുത്വാമലയിൽ നിന്ന് ഇറങ്ങി വന്നത്. ഭഗവാൻ തന്നെ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നു, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടി തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ, കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. കഷ്ടം ദീനം പിടിച്ചു കിടക്കുന്ന, ജാതി കൊണ്ടും മതം കൊണ്ടും വേലിക്കെട്ടുകൾ തീർത്ത് ഭേദചിന്തകളിൽ കിടക്കുന്ന, അവശത അനുഭവിക്കുന്ന പാവങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടി, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി മരുത്വാമലയിലെ വെള്ളത്തടം ഗുഹയിൽ ഇരുന്നു കൊണ്ട് ഗുരു ചെയ്ത തപസ്. ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ പറയുന്നു, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം, അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ഞാനും നീയും, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാവരിലും ഒരേ ഒരു ആത്മചൈതന്യമാണ്, ഒരേ ഒരു സ്ഫുരണങ്ങളാണ്. ആയതുകൊണ്ട്
അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. എന്തിനു വേണ്ടിയാണോ ചെമ്പഴന്തിയിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചത്, ആ സത്യത്തെ സാക്ഷാത്കരിച്ച് സത്യസ്വരൂപനായി, സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായി ആ കാരുണ്യമൂർത്തി താൻ നുകർന്ന ആത്മാനന്ദ മധു എല്ലാവർക്കും കിട്ടുവാൻ, ആ ആത്മതീർത്ഥത്തിൽ മുങ്ങാൻ എല്ലാവർക്കും സാധിക്കണമെന്ന് ആ പരമകാരുണികന് വലിയ ആഗ്രഹമായിരുന്നു. 1928 ജനുവരി 16, അതായത് 1103 മകരമാസം 3-ാം തീയതി കോട്ടയത്തുള്ള നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് വശത്തുള്ള തേന്മാവ് ശിഷ്യപരിസേവിതനായി സായങ്കാല സൂര്യകിരണങ്ങളേറ്റ് തേന്മാവിന്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കുന്ന സ്വാമി തൃപ്പാദങ്ങളുടെ സ്വതേ അരുണാഭമായ മുഖം, കുമാരമഹാകവിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തടം നൽപ്പൊൻ കാന്തി പൊങ്ങും പ്രഭയൊടു പുരുരോമാളിയാളുന്ന ഭൂമി കുറെ കൂടി ദീപ്തമായിരിക്കുന്നു. ഈ അവസരത്തിൽ തൃപ്പാദഭക്തരായ TK കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും തൊഴുകൈകളുമായി തൃപ്പാദ സന്നിധിയിലേക്ക് വന്നു. ഗുരുവിനോട് എന്തോ ഉണർത്തിക്കുവാനുണ്ട്. ആഗതരുടെ മനസ്സറിഞ്ഞ ഗുരു വിവരം അന്വേഷിച്ചു. റൈറ്റർക്ക് സ്വാമി തൃപ്പാദങ്ങളോട് ഒരു കാര്യം ഉണർത്തിച്ച് അനുവാദ കൽപ്പന വാങ്ങാനുണ്ടെന്ന് വൈദ്യർ പറഞ്ഞപ്പോൾ, എന്താണ് പറയാമല്ലോ. റൈറ്റർ കാര്യങ്ങൾ ചോദ്യരൂപത്തിൽ അക്കമിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. റൈറ്റർ വായിച്ചു, ശിവഗിരി തീർത്ഥാടനം എന്ന വിഷയം. ഗുരു അപ്പോൾ, തീർത്ഥാടനമോ? ശിവഗിരിയിലോ? കൊള്ളാം. നമ്മുടെ കുഴൽവെള്ളത്തിൽ കുളിക്കാം, ശാരദയെ തൊഴാം. നമ്മുടെ കുഴൽവെള്ളത്തിൽ കുളിക്കാം, ശാരദയെ തൊഴാം. ശിവഗിരി തീർത്ഥാടനത്തിന്റെ സകലതും ഈ സൂക്തത്തിൽ അടങ്ങിയിരിക്കുന്നു. ശുചിത്വം സമ്പാദിച്ച് അറിവിലേക്ക് നടന്നു നീങ്ങാം. അറിവിന്റെ ദേവതയെ നെഞ്ചിലേറ്റണമെങ്കിൽ ബാഹ്യശുദ്ധിയും ആഭ്യന്തര ശുദ്ധിയും കരഗതമാകണം. അറിവാകുന്ന ശാരദ ഒരുവന് മോക്ഷപദം വരെ എത്തിച്ചേക്കാം. ആത്മസത്തയുടെ മൂർത്തിഭാവമായ ഭഗവാൻ തന്നെ സമീപിച്ച ഭക്തോത്തമന്മാരുടെ ആശയത്തിന് പൂർണ്ണമായ അംഗീകാരം നൽകി. കൂടാതെ ശിവഗിരി തീർത്ഥാടനത്തിന് വ്യക്തമായ രൂപഭാവങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു. മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്ത ഭാവങ്ങൾ ശിവഗിരി തീർത്ഥാടനം പുലർത്തിപ്പോരുന്നു. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഗുരുവിന് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. ഗുരു ഇപ്രകാരം പറയുന്നു: ആണ്ടിലൊരിക്കൽ കുറെ ആളുകൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മഞ്ഞ വസ്ത്രവും ധരിച്ച് ശിവഗിരിയിൽ ചെന്ന് ചുറ്റി നടന്ന് കുളിയും ഊണും കഴിഞ്ഞ് പണവും ചെലവാക്കി വീടുകളിൽ ചെല്ലുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? പണച്ചെലവും ബുദ്ധിമുട്ടും. ഇത് പാടില്ല. അതുകൊണ്ട് ഇതിന് ഒരു ലക്ഷ്യം വേണം. ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങളായി 8 വിഷയങ്ങൾ അവിടുന്ന് നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം. അറിവിൻ്റെ നവീകരണമാണ് ഓരോ തീർത്ഥാടനവും. അത് മുൻനിർത്തിയാണ് ഭഗവാൻ നമുക്ക് അഷ്ടലക്ഷ്യങ്ങൾ തന്നത്. അധ്യാത്മവിദ്യ എന്ന വിദ്യ നേടുവാൻ ആദ്യമായി ഉദ്ബോധിപ്പിച്ചു. വിദ്യ ലഭിച്ചാൽ ശുചിത്വബോധമുണ്ടാകും. യഥാർത്ഥ വിദ്യയും ശുചിത്വബോധവുമായാൽ ശരിയായ ഈശ്വരഭക്തി ലഭ്യമാകും. പിന്നീട് സംഘടന, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം. ഈ 8 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിയും സമൂഹവും ശ്രേയസ്സിലും പ്രേയസ്സിലും
അതായത് ആത്മീയവും ഭൗതികവുമായും ഉന്നതിയിലെത്തും. ഈ അഷ്ടവിഷയങ്ങളെപ്പറ്റി വൈദഗ്ധ്യം ഉള്ളവരെ ക്ഷണിച്ചു വരുത്തി പ്രസംഗങ്ങൾ നടത്തണമെന്നും അത് ആളുകൾ അച്ചടക്കത്തോടെ കേട്ടിരിക്കുകയും കേട്ടതെല്ലാം പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ജനങ്ങൾക്കും രാജ്യത്തിനും പുരോഗതി ഉണ്ടാകും. രാജ്യത്തിൻ്റെയും ജനതയുടെയും സർവതോമുഖമായ പുരോഗതിക്ക് ആവശ്യമുള്ളതെല്ലാം ഈ പ്രഖ്യാപനത്തിൽ അടങ്ങുന്നുണ്ട്. ഭഗവാൻ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് സംഘടന, കൃഷി, കച്ചവടം, ശാസ്ത്ര സാങ്കേതിക പരിശീലനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്ത് മാർഗനിർദ്ദേശം നൽകിയത്. ശിവഗിരി തീർത്ഥാടനത്തെ സംബന്ധിച്ച നിരീക്ഷണങ്ങളും തെരഞ്ഞെടുത്ത അഷ്ടവിഷയങ്ങളും മഹാഗുരുവിൻ്റെ മഹാ അത്ഭുതങ്ങളാണ്. ലൗകികമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമായി ഏറെ കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ നിസ്സാരത അവിടുത്തേക്ക് നന്നായി അറിയാമായിരുന്നു. പരമാത്മവിദ്യയുടെ പരമാവധി കണ്ടോർ ഈ ധരണിയിൽ സ്വാമിയെപ്പോലൊരുവരില്ല എന്ന് അവിടുത്തെ വത്സല ശിഷ്യനായ മഹാകവി വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് ജന്മസിദ്ധമായ അധ്യാത്മവാസനയാലും അവിടുന്ന് അനുഷ്ഠിച്ച തീവ്ര തപസ്സിൽ കൂടി കരഗതമാക്കിയ പരമാത്മജ്ഞാനത്താലും ലൗകിക വിഷയങ്ങളുടെ അറിവായ വിജ്ഞാനത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെട്ട ഗുരുമഹിമ അവർണ്ണനീയമാണ്. മഹാഗുരു ദേശകാലോചിതമായ പരിഷ്കാരങ്ങളോടെയാണല്ലോ ശിവഗിരി തീർത്ഥാടനത്തിന് രൂപം നൽകിയത്. അത് അറിവിൻ്റെ തീർത്ഥാടനമാണല്ലോ. പാപം നീക്കി പുണ്യം നേടുക മാത്രമല്ല, ജീവിത വിജയത്തിന്, ജീവിത വിജ്ഞാനത്തിന് ആവശ്യമായ വിജ്ഞാനം നേടുവാനാണ് ഗുരു നമ്മെ ഉപദേശിച്ചത്. അതിനാൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഗുരുസങ്കല്പത്തിലുള്ള തീർത്ഥാടനമാക്കി മാറ്റാൻ ഗുരു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.